ഹാവൽസിൻ്റെ പ്രൊലൈസ് ഡിലീഷ്യ എന്ന് പറയുന്ന നമ്മുടെ ഒരു മോഡൽ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇത് എയർ ഫെയർ ആണ്. നമുക്ക് കുറച്ചും കൂടി ലാർജ് കപ്പാസിറ്റിയിൽ വരുന്ന എയർ ഫെയർ. ജസ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് 10.5 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ 1700 വാട്ട്സ് ആണ് ഇതിന് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളും ഒന്ന് നോക്കാം. ഇതിൻ്റെ ട്രേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രേ ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനകത്ത് 2 പാർട്ട് നമുക്ക് കാണാം. ഒരേ സമയത്ത് 2 ഐറ്റം കുക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത തന്നെ. ഒരു ഭാഗത്ത് നമുക്ക് ചിക്കനോ ഒരു ഭാഗത്ത് മീനോ ഒക്കെ ചെയ്യാം. ഇനി ഈ സെപ്പറേറ്റർ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ബിഗ് സ്പേസ് കിട്ടും. അപ്പം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു വലിയ സ്പേസ് യൂസ് ചെയ്ത് കേക്ക് ചെയ്യാം. ഇനി അതല്ല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിക്ക് ചിക്കനൊക്കെ നമുക്ക് ഒരേ സമയം ചെയ്യാൻ പറ്റും. ഇനി അതല്ല എങ്കിലും നമുക്ക് 2 ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടും ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ ഓട്ടോ കുക്ക് മെനൂസ് ഉണ്ട്. 8 ഓട്ടോ കുക്ക് മെനു ആണുള്ളത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടൈം കൂട്ടാനും അതുപോലെ കുറയ്ക്കാനുള്ള ബട്ടൺ ഉണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ. ഇങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ഒരു ഐറ്റം എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ നോക്കാം. നമുക്കിപ്പം 2 ടെമ്പറേച്ചറിൽ നമുക്ക് ഐറ്റം ചെയ്യുന്നതാണ് ഞാൻ ഫംഗ്ഷൻ കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുക. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ റോസ്റ്റും റൈറ്റ് സൈഡിൽ നമുക്ക് ബേക്കും ചെയ്യുന്നതായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആദ്യം നമുക്ക് ഇത് ഡ്യുവൽ മോഡ് സെലക്ട് ചെയ്യണം. കാരണം രണ്ടിൽ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഡ്യുവൽ മോഡ്. പിന്നെ റോസ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ റോസ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് അതിൽ 200 ഡിഗ്രിയിൽ 35 മിനിറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 35 മിനിറ്റ് വേണ്ട, കുറച്ച് ടൈം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ഒരു 30 മിനിറ്റിലേക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ടെമ്പറേച്ചർ വേണമെങ്കിലും കുറയ്ക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് റൈറ്റ് സൈഡ് സെലക്ട് ചെയ്യണം. ആ റൈറ്റിൽ എന്താണ് ഐറ്റം വേണ്ടത് നോക്കുക. റൈറ്റ് പ്രസ് ചെയ്തു. ഇനി നമുക്ക് അതിൽ ബേക്ക് കൊടുക്കാം. അപ്പോൾ ഒരു ബേക്കിന് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ അവിടെ ഒരു 180 ഡിഗ്രിയിൽ 16 മിനിറ്റ് ഓട്ടോമാറ്റിക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ടൈമും ടെമ്പറേച്ചറൊക്കെ ചേഞ്ച് ആക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ടൈം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട ഒരു 25 മിനിറ്റിലേക്ക് ചേഞ്ച് ആക്കാനാണ് പോകുന്നത്. 30 അത്രയും വേണ്ട, നമുക്ക് 25ലേക്ക് കുറയ്ക്കാം. ഈ 25 മതി. അപ്പോൾ 25 മിനിറ്റ് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരേ സമയത്ത് നമുക്ക് 2 ഐറ്റത്തിൻ്റെ 2 ടെമ്പറേച്ചറും അതുപോലെ തന്നെ 2 ടൈമുമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കണം എന്നുണ്ടെങ്കിലോ നമുക്കിത് നേരിട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ പോസിൽ നിൽക്കും. ആ ടൈമും ടെമ്പറേച്ചറും പോസിൽ നിൽക്കുകയും ചെയ്യും. അടച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ആയിട്ട് വർക്കാവുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് എന്ന് വെച്ചാൽ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ഈ മെമ്മറി നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ കറണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ ടൈം കണ്ടിന്യൂ ആയിട്ട് വർക്കായിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു ഐറ്റം ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഇനി ഓപ്പൺ ചെയ്തൊന്ന് ക്ലോസ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ട്രാക്കിൽ മാത്രമേ ഒരു ഐറ്റം വെക്കുന്നുള്ളെങ്കിൽ നമ്മളിപ്പോൾ റൈറ്റിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ആ ഐറ്റത്തിന് റൈറ്റ് സെലക്ട് ചെയ്യുക. റൈറ്റിൽ ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്യുക. എന്നിട്ട് നേരെ സ്റ്റാർട്ടിലേക്ക് കൊടുക്കുക. ഇപ്പം നമുക്കതിൽ ഞാൻ എയർ ഫ്രൈ ആണ് കൊടുത്തിട്ടുള്ളത്. എയർ ഫ്രൈ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ടെമ്പറേച്ചർ 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ടെമ്പറേച്ചർ കുറയ്ക്കാം, ടൈം ചേഞ്ച് ആക്കണേ ടൈം ചേഞ്ച് ആക്കാം. ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വർക്കായിക്കോളും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് മാത്രമേ ഹീറ്റ് ആവുന്നുള്ളൂ. ഈ റൈറ്റ് സൈഡിൽ മാത്രമല്ലേ നമ്മൾ ഐറ്റം വെച്ചിട്ടുള്ളൂ. ആ ഭാഗം മാത്രം ഹീറ്റ് ആവുന്നുണ്ട്. ഇപ്പം 185 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് അത് വെച്ചിട്ടുള്ളത്. ആ സമയം കൊണ്ട് അത് നമ്മൾ എയർ ഫ്രൈയിങ്ങാണ് കൊടുത്തത്. അപ്പോൾ അതവിടെ വർക്കാവും. ഇനി നമുക്ക് ഈ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഇതാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ഓൺ ആവാനും ഓഫ് ആവാനും ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് ആദ്യം റൈറ്റിൽ ഒരു ടെമ്പറേച്ചറും ലെഫ്റ്റിൽ ഒരു ടെമ്പറേച്ചറും കൊടുത്ത് ചെയ്തു. അതുപോലെ ഒരു ഭാഗം മാത്രം ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് 2 ഭാഗത്തും ഒറ്റ ടെമ്പറേച്ചറിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആ ഒരു സെപ്പറേറ്റർ മാറ്റി നമ്മൾ അതിനകത്ത് ഒരു ട്രേ നിറച്ചും ചിക്കനാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ആ ചിക്കന് കംപ്ലീറ്റ് ഒരേ ടെമ്പറേച്ചറാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്വിച്ച് മോഡ് പ്രസ് ചെയ്യുക. സ്വിച്ച് മോഡ് പ്രസ് ചെയ്തതിന് ശേഷം റോസ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പോൾ 200 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് സെറ്റായിട്ടുള്ളത്. അപ്പോൾ ഈ 35 മിനിറ്റും നമുക്കെന്താവും ഒരേ ടെമ്പറേച്ചറിൽ ഒരേ ടൈമിൽ നമുക്ക് ബേക്കായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഹീറ്റ് ആവുന്ന കോയിൽ ഒന്ന് കാണാം.
നമുക്കിതിനകത്ത് സാധാരണ എയർ ഫ്രയറിൽ ഒറ്റ ഹീറ്റിംഗ് കോയിലാണ് ഉണ്ടാവുക. ഇതിൽ 2 ഹീറ്റിംഗ് കോയിൽ കാണാൻ പറ്റും. അപ്പം അതെന്തിനാന്ന് വെച്ചാൽ 2 സെപ്പറേറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ 2 ഹീറ്റിംഗ് കോയിൽ വരുന്നത്. ഇതൊന്നും കൂടാതെ റീഹീറ്റ്, അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റ്, കീപ് വാം, ഇങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻ കൂടി നമുക്ക് നമ്മുടെ ഈ എയർ ഫ്രയറിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് റീഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വല്ല സ്നാക്സോ മറ്റോ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ക്രിസ്പായി കിട്ടാൻ, ആ ഒരു പുറം ഭാഗം മൊരിഞ്ഞ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു റീഹീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അല്ലാതെ ഫ്രിഡ്ജിലുള്ള ഭക്ഷണം എടുത്ത് ചൂടാക്കാനുള്ളതല്ല. ഇതുപോലെ സ്നാക്സോ മറ്റോ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാനാണ് റീഹീറ്റ് ഓപ്ഷൻ. അതുപോലെ ഡീഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെർബ്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ നമുക്ക് കീപ് വാം എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. കീപ് വാം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ ആ ഉണ്ടാക്കിയ അതേ ഹീറ്റിൽ തന്നെ ഇരിക്കാൻ, ആ ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കീപ് വാം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. 80 ഡിഗ്രി സെൽഷ്യസിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂറാണ് വർക്ക് ആവുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഫീച്ചറുകൾ നമ്മൾ ഈ ഒരു പ്രൊലൈഫ് ഡെലീഷ്യ എന്ന് പറയുന്ന ഈ മോഡലിൽ വരുന്നുണ്ട്.